ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷജൽസ് ക്രോഷേ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ബ്ലാങ്കറ്റിൻ്റെ പാറ്റേൺ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെസ്റ്റ് ക്രോഷേ ചെയ്യാനുള്ളൊരു പാറ്റേൺ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ്. സിംഗിൾ റോ ആണ് നമ്മൾ ലാസ്റ്റ് വരെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. എളുപ്പത്തിൽ ചെയ്യാം. അതിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. അതെനിക്ക് എൻ്റെ ചാനൽ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോയിൽ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ എനിക്ക് മെസ്സേജ് അയക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ മെൻഷൻ ചെയ്താലും മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന DMCൻ്റെ നിറ്റി 4 എക്സ്ട്രാ വാല്യൂ ആണ് എടുത്തേക്കുന്നത്. ഇതിൽ 100 grams ഉണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ഷെയ്ഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 916. ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ഹുക്ക് സൈസ് 4mm ഹുക്ക് സൈസ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്പർ 3 ആണ് ഈ യാണിൻ്റെ സൈസ് എന്ന് പറയുന്നത്, നമ്പർ 3. പിന്നെ ഒരു പെയർ ഓഫ് സിസേഴ്സും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഒരു പാറ്റേൺ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് തുടങ്ങാം. എന്നിട്ട് ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28. ഞാനിവിടെ 28 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. ഇത് മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് യാൺ ഓവർ ഇവിടുന്ന് നാലാമത്തെ ചെയിനിൽ 1 2 3 4 നാലാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ. എഗെയിൻ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേയും കൂടി ഇടാം. അപ്പോൾ നമുക്കിവിടെ 3 ഡബിൾ ക്രോഷേസായി. ഫസ്റ്റ് 3 ചെയിൻസ് നമ്മളൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ 2 ഡബിൾ ക്രോഷേ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ 2 ഡബിൾ ക്രോഷേ. 1 2. അഗെയിൻ നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡിൽ ഒരു ഡബിൾ ക്രോഷേ. പിന്നെ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടി ഇട്ടു. അഗെയിൻ നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ. 1 2. നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ 2 ഡബിൾ ക്രോഷേ. 1 2. നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ 2 ഡബിൾ ക്രോഷേ. 1 2. നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡിൽ 2 ഡബിൾ ക്രോഷേ. 1 2. അഗെയിൻ നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ 2 ഡബിൾ ക്രോഷേ. 1 2. നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ 2 ഡബിൾ ക്രോഷേ. 1 2. നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ 2 ഡബിൾ ക്രോഷേ. 1 2. അഗെയിൻ നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ 2 ഡബിൾ ക്രോഷേ. 1 2. അഗെയിൻ നെക്സ്റ്റ് ഉള്ളത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ. അഗെയിൻ 1 മോർ ഡബിൾ ക്രോഷേ സെയിം സ്പേസിൽ. അതിനുശേഷം ഇവിടെ നമുക്കിപ്പം ഒരു ചെയിനുണ്ട്. ആ ഒരു ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ. പ്രൊജക്റ്റ് നമുക്ക് ടേൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ നമുക്കിവിടെ കഴിഞ്ഞു. തുടക്കത്തിൽ നമുക്ക് 3 ഡബിൾ ക്രോഷേസ് ഉണ്ടായിരുന്നു. ലാസ്റ്റും അതേപോലെ തന്നെ 3 ഡബിൾ ക്രോഷേ. അതിനുശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷേൻ്റെ നേരെ ടോപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ. എന്നിട്ട് സെക്കൻഡ് ലൂപ്പിലിട്ടിട്ട് ഒരു സിംഗിൾ ക്രോഷേയും കൂടി ഇട്ടു. ഡബിൾ ക്രോഷേ ആക്കി എടുത്തു. ഇനി യാൺ ഓവർ നെക്സ്റ്റ് ഉള്ള സ്പേസിൽ ഈ വി സ്റ്റിച്ച് ഇട്ടതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ. പിന്നെ അഗെയിൻ അതിൻ്റെ ഉള്ളിൽ തന്നെ 1 മോർ ഡബിൾ ക്രോഷേ. അഗെയിൻ നെക്സ്റ്റ് ഉള്ള ഈ ഒരു വി സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ. 1 2.
again next ഉള്ളതിൽ 2 ഡബിൾ ക്രോഷേ 1 2 again ഈ ഒരു സ്പേസിൽ 2 ഡബിൾ ക്രോഷേ 1 2 again ഇതിൻ്റെ ഉള്ളിൽ 1 2 again ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ 1 2 അങ്ങനെ ഓരോ വി സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രോഷേ ആണ് ഇട്ട് വരുന്നത്. ഈ ഒരു റോ ആയിരിക്കും നമ്മൾ എൻറ്റയർ പ്രോജക്റ്റിന് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. പെട്ടെന്ന് തീരുകയും ചെയ്യും, അതേപോലെ തന്നെ സ്റ്റിച്ചും വളരെ ഈസി ആയിട്ടുള്ളതാണ്. വി സ്റ്റിച്ച് ഇടയ്ക്ക് നമ്മൾ ചെയിൻ ഇടുന്നില്ല, ഡബിൾ ക്രോഷേ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി അടുപ്പിച്ച് കിട്ടും നമ്മുടെ സ്റ്റിച്ചസ് ഇതിനകത്ത്. ഇവിടെ വി സ്റ്റിച്ച്. ഇനി ഇവിടെ ഒരു വി സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ അതിനകത്ത് 2 ഡബിൾ ക്രോഷേ, പിന്നെ ലാസ്റ്റത്തുള്ള 3 ചെയിൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ചെയിനിൻ്റെ ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷേ. അപ്പോൾ നമുക്കിവിടെ 2 റോസ് ചെയ്തു. ഈ ഒരു എഡ്ജ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 3 ഡബിൾ ക്രോഷേ, ലാസ്റ്റത്തേന് ഡബിൾ ക്രോഷേ മാത്രം ഇടുന്നത്. ഇനി നമുക്ക് ഇവിടെ യാൺ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ ചെയിൻ ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം, കട്ട് ചെയ്തിട്ട് യാൺ ചേഞ്ച് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 2 റോസ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് വൈറ്റ് കളർ ഞാൻ എടുക്കാൻ പോകുന്നത്. അതിങ്ങനെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സെയിം പാറ്റേൺ തന്നെയായിരിക്കും, ജസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്യുന്ന കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു ടോപ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ ചെയിൽ രണ്ടും ഇങ്ങനെ അടി വെച്ച് യാണിൻ്റെയും ഈ ഹുക്കിൻ്റെയും ഇടയ്ക്കാണ് ഈ 2 ടെയിൽ വെച്ചേക്കുന്നത്. പിന്നെ ഒരു സിംഗിൾ ക്രോഷേ, അതിനുശേഷം ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ. ഇത് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ 3 ചെയിൻ ഇട്ടാലും മതി, ഞാനിങ്ങനെ ഇടുന്നതേ ഉള്ളൂ കുറച്ച് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്. എന്നിട്ട് ഈ ഒരു ചെയിൻ 2ൻ്റെ സ്പേസിൽ 2 ഡബിൾ ക്രോഷേൻ്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ക്രോഷേ, പിന്നെ ഒന്നും കൂടി ഡബിൾ ക്രോഷേ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് 2 ഡബിൾ ക്രോഷേ 1 2. ഇതിൻ്റെ ഇടയ്ക്ക് 2 ഡബിൾ ക്രോഷേ 1 2. ഇതിൻ്റെ ഇടയ്ക്ക് 2 ഡബിൾ ക്രോഷേ 1 2. ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യേണ്ടത് ലാസ്റ്റ് വരെ. എന്നിട്ട് ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ വി സ്റ്റിച്ച് ഇടും. ഞാനിപ്പോൾ 2 4 6 8 10 റോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണ്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ഡബിൾ ക്രോഷേയും കൂടി ഇട്ടിട്ട് സ്നിപ്പ് ഓഫ് ചെയ്യാം. ലാസ്റ്റ് മൂന്നാമത്തെ ചെയിനിൽ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു ഡബിൾ ക്രോഷേ, അതിനുശേഷം ഒരു ചെയിൻ ഇട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഈ ഹുക്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. ജസ്റ്റ് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു പാറ്റേൺ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.